സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ സമരപ്പന്തലിലെത്തി അഭിവാദ്യം ചെയ്ത UDF MP NK പ്രേമചന്ദ്രന്റെ തന്നെ പാർലമെന്റ് മറുപടികൾ സെക്രട്ടേറിയറ്റിന് മുമ്പിലെ ആശാവർക്കർമാരുടെ സമര നാടകത്തെ പൊളിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം NK പ്രേമചന്ദ്രൻ MP ലോക്സഭയിൽ ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുകയുണ്ടായി. ഇതിന് ലഭിച്ച മറുപടിയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. 5 ഉപചോദ്യങ്ങൾ ഉൾപ്പെട്ട ഈ ചോദ്യത്തിലെ ആദ്യത്തെ ഉപചോദ്യം തന്നെ ആശാവർക്കർമാരുടെ ഓണറേറിയവും ഇൻസെന്റീവും വർദ്ധിപ്പിക്കാൻ കേന്ദ്രത്തിന് പദ്ധതിയുണ്ടോ എന്നായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ ആശമാരുടെ ഓണറേറിയവും ഇൻസെന്റീവും വർദ്ധിപ്പിക്കാൻ പദ്ധതിയില്ല എന്ന് മാത്രമല്ല മറുപടി നൽകിയിരിക്കുന്നത്, പകരം ആശമാരുടെ ഓണറേറിയവും ഇൻസെന്റീവും വർദ്ധിപ്പിക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാനങ്ങൾക്കാണെന്നും ആശമാരുടെ ഇൻസെന്റീവ് ഇനത്തിലോ ഓണറേറിയം ഇനത്തിലോ പ്രത്യേകം ഫണ്ടുകളൊന്നും കേന്ദ്ര സർക്കാർ ഒരു സംസ്ഥാനത്തിനും നൽകുന്നില്ല എന്നും കേന്ദ്ര സർക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു. അതായത് കേന്ദ്ര സർക്കാർ പൂർണ്ണമായും ആശാവർക്കർമാരുടെ കേരളത്തിലെ അടക്കമുള്ള സമരങ്ങളെ തള്ളിക്കളയുന്നു എന്ന് തെളിയിക്കുന്നതാണ് NK പ്രേമചന്ദ്രന്റെ ഈ മറുപടി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആശാവർക്കർമാരുടെ കേരളത്തിലെ സമരം പൂർണ്ണമായും സംസ്ഥാന സർക്കാരിനെതിരെയാണ്. കേന്ദ്രത്തിനെതിരെ ഒരു മുദ്രാവാക്യമോ ഒരു പ്ലക്കാർഡോ പോലും ആ സമരത്തിന്റെ പന്തലിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയെ മണിമുറ്റത്താവണിപ്പന്തൽ പാട്ടുപാടിയായിരുന്നു ആശാവർക്കർമാർ സ്വീകരിച്ചത്. പക്ഷേ ആ കേന്ദ്രമന്ത്രി ഉൾപ്പെടുന്ന കേന്ദ്ര സർക്കാരിന് ആശമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാനോ ഓണറേറിയം വർദ്ധിപ്പിക്കാനോ യാതൊരു പദ്ധതിയുമില്ല എന്ന് അവരുടെ തന്നെ പിന്തുണയ്ക്കുന്ന നേതാവായ NK പ്രേമചന്ദ്രന് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം ഈ മറുപടിയിലും ഒരു കള്ളക്കളിക്ക് കേന്ദ്ര സർക്കാർ ഒരുങ്ങിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ 5 ഉപചോദ്യങ്ങൾക്കും ഒറ്റ ഉത്തരം നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ പല കള്ളക്കളികളും ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ മറുപടിയിൽ ചോദിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉപചോദ്യം എന്ന് പറയുന്നത് ആശമാരുടെ ഇൻസെന്റീവ് ഓണറേറിയം ഇനത്തിൽ ഏതെങ്കിലും തുക കുടിശ്ശികയായി കേരളത്തിന് നൽകാൻ ബാക്കിയുണ്ടോ എന്നാണ്. എന്നാൽ അതിന് വ്യക്തമായൊരു മറുപടി നൽകാത്ത കേന്ദ്ര സർക്കാർ ആശമാരുടെ ഇൻസെന്റീവും ഓണറേറിയവും ഇനത്തിൽ പ്രത്യേക ഫണ്ടൊന്നും നൽകാറില്ല എന്നും നാഷണൽ ഹെൽത്ത് മിഷന്റെ ആകെത്തുകയായ ഒരു തുക നൽകുകയാണ് പതിവെന്നും പറയുന്നുണ്ട്. അതോടൊപ്പം കേന്ദ്ര സർക്കാർ വളരെ പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം 2024-25 സാമ്പത്തിക വർഷത്തിൽ മാത്രം 1350.67 കോടി രൂപ ഇതിനോടകം നാഷണൽ ഹെൽത്ത് മിഷൻ ഇനത്തിൽ കേരളത്തിന് നൽകി എന്നാണ്. എന്നാൽ ഇതേ NK പ്രേമചന്ദ്രൻ MPക്ക് ലോക്സഭയിൽ ലഭിച്ച നാഷണൽ ഹെൽത്ത് മിഷൻ ഫണ്ട് ഇനത്തിൽ കേരളത്തിന് നൽകാനുള്ള തുകയുടെ കണക്കാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഫെബ്രുവരിയിലാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആ മറുപടിയിൽ നൽകിയിരിക്കുന്ന പട്ടിക ഒന്ന് ശ്രദ്ധിക്കുക. ആ പട്ടികയിൽ 2023-24 വർഷത്തിൽ വെറും 189.15 കോടി രൂപ മാത്രമാണ് കേന്ദ്രം നാഷണൽ ഹെൽത്ത് മിഷൻ ഇനത്തിൽ കേരളത്തിന് നൽകിയതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ 2024-25 വർഷത്തിൽ ഇതിനോടകം തന്നെ 1000-ലേറെ കോടി രൂപ നൽകിയെന്നും കേന്ദ്ര സർക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു. അതായത് 2023-24 സാമ്പത്തിക വർഷത്തിൽ 1000-ലേറെ കോടി രൂപ കേരളത്തിന് അർഹപ്പെട്ട തുക കേന്ദ്രം ഇനിയും തരാൻ ബാക്കിയുണ്ട് എന്ന് ഈ 2 പാർലമെന്റ് മറുപടികൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഈ തുകകളിൽ നിന്നാണ് ആശമാരുടെ ഓണറേറിയവും ഇൻസെന്റീവും അടക്കം നൽകേണ്ടത്. ഈ തുക കഴിഞ്ഞ വർഷം മുടക്കം വന്നപ്പോഴും കേരളത്തിലെ സർക്കാർ അതിൻ്റെ വിദഗ്ധമായ സാമ്പത്തിക മാനേജ്മെന്റ് ഉപയോഗിച്ച് ആശമാരുടെ ഇൻസെന്റീവും ഓണറേറിയവും മുടങ്ങാതെ തന്നെ വിതരണം ചെയ്തു. കേരളത്തിലെ ആശമാരുടെ ഓണറേറിയവും ഇൻസെന്റീവും സംബന്ധിച്ച ചില കാര്യങ്ങൾ കൂടി പറയാതെ കടന്നു പോകാനാകില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആശമാരുടെ ഓണറേറിയത്തെ കുറിച്ചാണ്. വേതനം കൃത്യമായി നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്ത ആശാ വർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന തുക ഓണറേറിയമാണ്. ഓണറേറിയം നൽകുന്നതോ പൂർണ്ണമായും സംസ്ഥാന സർക്കാർ. ഇനി ഇൻസെന്റീവ് പൂർണ്ണമായും കേന്ദ്ര സർക്കാർ നൽകുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇൻസെന്റീവിൽ 60% തുക മാത്രമാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം. ബാക്കി 40%വും സംസ്ഥാന സർക്കാർ നൽകുന്നതാണ്. അതായത് ഒരാശയ്ക്ക് 13,000 രൂപയിലേറെ ലഭിക്കുന്നുണ്ട് എങ്കിൽ അതിൽ 10,000 രൂപയിലേറെ നൽകുന്നത് സംസ്ഥാന സർക്കാരാണ് എന്നതാണ് യാഥാർത്ഥ്യം. എന്നിട്ടും കേരളത്തിലെ ആശമാർക്ക് കേന്ദ്ര സർക്കാരിനോട് പരാതികളില്ല. കേന്ദ്ര സർക്കാരിനെതിരെ മുദ്രാവാക്യങ്ങളില്ല, അവർക്കെതിരെ വിമർശനങ്ങളില്ല.
പകരം സംസ്ഥാന സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ഒറ്റ ആവശ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. എന്തായാലും BMSന്റെ അടക്കം പിന്തുണയോടെ INTUC തള്ളിപ്പറഞ്ഞ ഈ സമരം എത്ര നാൾ മുന്നോട്ട് പോകുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ആശമാരുടെ സമരത്തിൻ്റെ പല വാദങ്ങളും SUCIയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട വാദമുഖങ്ങളെല്ലാം തകർക്കുന്നതാണ് NK പ്രേമചന്ദ്രൻ MPക്ക് ലഭിച്ചിരിക്കുന്ന ഈ പാർലമെന്റ് മറുപടി എന്ന് പറയേണ്ടിയിരിക്കുന്നു.